കപ്പൽ ദുരന്തത്തിന് പിന്നാലെ തീരത്ത് കണ്ടെയ്നറുകൾ അടിഞ്ഞത് വലിയ ആശങ്കയായിരുന്നു. പിന്നാലെ മീൻ വാങ്ങാനും ജനങ്ങൾ എത്താതെയായപ്പോൾ ഒരു വിഭാഗം മനുഷ്യരുടെ ജീവിതമാണ് ഇപ്പോൾ വഴിമുട്ടി നിൽക്കുന്നത്. ആശങ്കയുടെ ആവശ്യമുണ്ടോ? തീരപ്രദേശങ്ങളിൽ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? മത്സ്യം വാങ്ങാൻ ഭയമുണ്ടോ? നമുക്കൊന്ന് പരിശോധിക്കണം വിശദമായി തന്നെ. വിവിധയിടങ്ങളിൽ നിന്നും നമ്മുടെ റിപ്പോർട്ടർമാർ തത്സമയം ചേരുന്നുണ്ട്. അഞ്ചുതെങ്ങിൽ നിന്ന് ഗോപാൽ, ഷീല സനൽ, പാളയം മാർക്കറ്റിൽ നിന്ന് TV പ്രസാദ്, കൊല്ലം വാടി കടപ്പുറത്ത് നിന്നും ദിലീപ് ദേവസ്യയും ആദ്യം നമുക്കൊപ്പം ചേരും. ആദ്യം നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ തുടങ്ങുന്നു. തിരുവനന്തപുരത്ത് ഇപ്പോൾ പാളയം മാർക്കറ്റിലാണ് TV പ്രസാദ് ഉള്ളത്. TV പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. പോകുന്ന വഴിക്ക് കുറച്ച് മീനും കൂടെ വാങ്ങിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോകണം. എന്താണ് പാളയം മാർക്കറ്റിലെ ഇപ്പോഴത്തെ അവസ്ഥ? മീൻ വാങ്ങാൻ ആളുകൾ കുറവാണോ? ചിക്കനൊക്കെയാണ് ആളുകൾ ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നത് കേട്ടു. ഗുഡ് മോർണിംഗ് അരുൺ, ഗുഡ് മോർണിംഗ്. ഈ വ്യവസായം വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. ഇതിന് വ്യവസായം എന്നൊന്നും പറയാൻ പറ്റില്ല. പല മനുഷ്യരുടെയും അന്നന്നത്തെ അന്നമാണ്. കപ്പൽ മറിഞ്ഞതിന് പിന്നാലെ അതിൽ കൂടെ പുറത്തേക്ക് വരുന്നത് വലിയ തോതിൽ മത്സ്യത്തെ ബാധിക്കും എന്ന ചർച്ച വളരെ സജീവമായി. പക്ഷെ പിന്നീട് ഇതൊന്നും മത്സ്യത്തിനെ ബാധിക്കുന്നതെല്ലാം മീൻ കഴിക്കാം എന്ന് വിദഗ്ധരെല്ലാം പറഞ്ഞിട്ട് പോലും ആളുകളത് കേൾക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന പാളയം മാർക്കറ്റ് ഇങ്ങനെ ആളില്ലാതായത്. മീൻ വാങ്ങിക്കാൻ ആളില്ലാത്തത് കൊണ്ട് തന്നെ പല മേഖലകളിലേക്കും വന്ന് വിൽക്കുന്നവർ അവരുടെ കച്ചവടം നിർത്തി. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ പലരും കടലിലേക്ക് പോകാത്ത സ്ഥിതിയുമായി. മത്സ്യം കഴിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല എന്ന് എല്ലാ സംവിധാനങ്ങളും അടിക്കടി പറയുന്നുണ്ടെങ്കിലും ആളുകൾക്കുള്ള മടി മാറിയില്ല. അതുകൊണ്ടാണ് ഈ സമയത്ത് 8:45 നല്ല തിരക്കല്ലേ സാധാരണ ഈ സമയത്ത്? ഭയങ്കര തിരക്കായിരുന്നു മക്കളെ. ഇപ്പം ആരും വാങ്ങിക്കാനായിട്ട് ആളില്ല മോനെ. മീൻ ഇത്ര നേരം മക്കളായിരുന്നു 300 രൂപയുടെ കച്ചവടം മക്കളെ നടന്നു. ഇത്ര നേരമായിരുന്നു മക്കളെ. ഞങ്ങൾ എന്തിനാ മക്കളെ? ഈ കപ്പലുടെ കാരണമാണ് ഈ പത്രത്തിനും എല്ലാത്തിനും TV കാണിച്ച് മക്കളെ മീൻ വാങ്ങിക്കാൻ ആളില്ലാത്തത്. ഞങ്ങൾ എന്തിനാ മരിക്കണം തന്നെ മനസ്സിലുള്ള അവർ പറയണ പണിക്ക് പോയി ഇത്ര രൂപ ചിലവാക്കിയിട്ട് പോരാ, അവരിനും ഒന്നും വിട്ടാൽ മീനിന് ചിലവില്ലെന്ന്. അവരും പണിക്ക് പോകണില്ല. പിന്നെ എന്തിനാണ്? അതാണ് പോയിന്റ്. അതായത് അവരുടെ മീൻ ചിലവാകാത്തത് കൊണ്ട് തന്നെ അവർക്ക് കടലിലേക്ക് പോകാൻ പറ്റുന്നില്ല. കാരണം നമുക്കറിയാവുന്നതുപോലെ മത്സ്യബന്ധനത്തിന് പോകുന്നതിൻ്റെ 80% ചിലവും അവരുടെ ഇന്ധനത്തിൻ്റെ ചിലവാണ്. ആ ഇന്ധനത്തിൻ്റെ ചിലവ് പൂർണ്ണമായും നഷ്ടപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറും. അതുകൊണ്ട് തന്നെ ഇവിടെ മീൻ ചിലവാകാത്തത് കൊണ്ട് അവർ കടലിൽ പോകാത്ത സ്ഥിതിയാണ്. ഒരു വലിയ ജനവിഭാഗത്തിൻ്റെ ഗുരുതരമായ പ്രശ്നമാണ്. എങ്ങനെയുണ്ട് അവസ്ഥ? അമ്മച്ചി പറഞ്ഞ അവസ്ഥ തന്നെ. ആർക്കും കടലിൽ ആരും പോകുന്നില്ല, കൂടുതൽ പോകുന്നില്ല വളരെ. പക്ഷെ കടപ്പുറം ക്ഷാമമായതുകൊണ്ടും ജനങ്ങൾ ഒരുപാട് ദുഃഖത്തിലൊക്കെയാണ്. ഇതൊക്കെ നമ്മൾ മുമ്പ് മീൻ വാങ്ങിക്കാൻ വരുമ്പോൾ ഞെരുക്കമായിരിക്കും. നമുക്ക് മീൻ വിൽക്കാൻ സമയം കിട്ടാത്ത അവസ്ഥയായി. അത്രയ്ക്കും കടപ്പുറവും കടയും കഷ്ടമാണ് കാര്യം. ഇത് നമ്മളിപ്പോൾ പാളയം മാർക്കറ്റിലെ കാര്യം മാത്രമല്ല, ഇവിടെ ഇപ്പോൾ ഉള്ള ഓരോ മീൻ വിൽക്കുന്നവരുടെ, അതായത് ഈ മീനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. എന്താണ് സ്ഥിതി? ആരും വരുന്നില്ല മീൻ വാങ്ങാൻ വേണ്ടി. ഇങ്ങനെ ബോട്ടിൽ ഇത് ഇറങ്ങി കപ്പൽ താന്നതുകൊണ്ട് ഒരു മനുഷ്യർ വന്ന് മീൻ പറയുന്നില്ലേ ആളുകളോട് ഇത് കഴിച്ചാൽ ബുദ്ധിമുട്ടില്ലാന്ന് നിങ്ങൾ പറയുന്നില്ലേ? അത് അവർ പറഞ്ഞില്ല. ആദ്യം കപ്പൽ താന്നപ്പോഴും പറഞ്ഞില്ലേ ഇതിൽ വിഷാംശം ഉണ്ട്, അത് മത്സ്യം കഴിച്ചാൽ വിഷമാണെന്ന് ആദ്യം പറഞ്ഞു. അതൊക്കെ മാറിയല്ലോ. അത് മാറിയിട്ടും മത്സ്യം കഴിക്കാന്ന് പറഞ്ഞല്ലോ എല്ലാവരും. ഇല്ല, എല്ലാവരും പറഞ്ഞു. ഇപ്പൊ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു മത്സ്യം കഴിക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു. സ്കൂളിൽ ഒന്നാമത്തെ കാരണം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മത്സ്യം കൊടുക്കാൻ പാടില്ല 3 മാസത്തേക്ക്. അങ്ങനെയാണ് നഴ്സറി കുട്ടികൾക്ക് ബിരിയാണി, മുട്ട ഇങ്ങനെയൊക്കെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ എനിക്കിന്ന് 1.5 മാസമായി എൻ്റെ ഹോസ്റ്റലിലാർ ആരും വരുന്നില്ല. എന്താണ് ഏതാണെന്ന് ചോദിക്കാൻ പോലും അവർ കണ്ണിൽ കാണാൻ കിട്ടുന്നില്ല. നമ്മൾ 8-10 പെട്ടി മീൻ കൊണ്ടുവന്നാൽ നമ്മൾ 9 മണിക്ക് മുൻപേ തീർക്കും. നമ്മൾ ഉടനെ വീട്ടിൽ പോകും. അത് എന്ത് വിലയായാലും അത് കൊടുത്ത് എല്ലാം ശരിയാവും കേട്ടോ, പ്രയാസപ്പെടണ്ട. അരുണ, ഇത് കണ്ടോ, സാധാരണ ഇവരുടെ എല്ലാം ഈ തട്ട് നിറയെ മീൻ ഉണ്ടാവുന്നതാണ്. അതൊന്നുമില്ല, വളരെ കുറച്ച് മീൻ അവരുടെ കാര്യങ്ങൾ നടത്തണമെന്നോ എന്നുള്ളതാണ്. എന്താണ് അമ്മച്ചി അവസ്ഥ? ഞങ്ങളുടെ അവസ്ഥ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് നിങ്ങൾ എന്തെങ്കിലും ഞങ്ങൾക്ക് ചെയ്ത് തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. പല അവസ്ഥയിലും ഞങ്ങൾ അവിടെ ചെയ്തു തരാൻ പറ്റില്ലല്ലോ. നമുക്ക് ആളുകളെ കേൾപ്പിക്കാനല്ലേ പറ്റൂ. നിങ്ങളുടെ ഞങ്ങൾ എന്ത് ചെയ്യാൻ നിങ്ങളോട് വിഷമം പറഞ്ഞിട്ട് ഒരു കാര്യമേ ഇല്ല നിങ്ങളുടെ അടുത്ത്.
മനസ്സിലായല്ലോ എല്ലാവരും ഇവരുടെ വാക്കുകളിൽ നിന്ന് അത്രത്തേറെ പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ്. കാരണം ആരോടും പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല എന്ന നിലയിലേക്ക് ആ പ്രതിഷേധം നമ്മളോട് പ്രകടിപ്പിക്കുകയാണ്. ഇവിടെയൊക്കെ എന്തുണ്ട് അവസ്ഥ? എന്തുണ്ട് നാണ്ട് ഇത് തന്നെ ഞങ്ങളുടെ അവസ്ഥ. വരുന്നില്ല അല്ലേ? ആരും വരുന്നില്ല. നേരം വെളുത്ത് 2:30 മണിക്ക് പോയി ഇറങ്ങി മീൻ എടുത്തുകൊണ്ട് വന്ന് ഈ ചന്തയ്ക്കകത്ത് വന്നാൽ രാത്രി 10 മണിക്കും വീട്ടിൽ പോകാൻ പറ്റുന്നത്. സാധാരണ നേരത്തെയൊക്കെ തീർത്തിട്ട് പോകുന്ന നമ്മൾ കാണാൻ പറ്റും. ഞങ്ങൾ ഉച്ചയ്ക്കൊക്കെ തീർത്തിട്ട് പോകുന്നതാണ്, ഇപ്പോൾ വിൽക്കുന്നില്ല. ഞങ്ങൾ ഏതുകൊണ്ട് ജീവിക്കും? ഞങ്ങൾക്ക് ഏത് മാർഗമുണ്ട്? അരുണൻ, നേരത്തെ ഈ സമയത്തൊക്കെ വലിയ തിരക്കാണ് ഇവിടെ. പാളയം മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അരുണിനും അറിയാമല്ലോ, ധാരാളം ആളുകൾ വരുന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ എന്തോ മനുഷ്യർക്കൊരു പേടി, ഇത് കഴിച്ചാൽ എന്തോ ബുദ്ധിമുട്ടുണ്ടെന്നോ, അതായത് തുടക്കത്തിലുണ്ടായിരുന്ന ഒരു ആശങ്കയാണ് ഇപ്പോഴും മനുഷ്യരെ ബാധിച്ചത്. തീർച്ചയായിട്ടും ടി വി പ്രസാദ് ഒരിക്കൽ കൂടി നമ്മൾ പ്രേക്ഷകരോട് ആവർത്തിച്ചു പറയട്ടെ. റിപ്പോർട്ടർ ടി വി ഈ കപ്പൽ അപകടം ഉണ്ടായത് ഉടൻ സമയത്ത് തന്നെ നമ്മൾ എക്സ്പേർട്സിന്റെ ഒപ്പീനിയൻ എടുത്തിരുന്നു. ആ എക്സ്പേർട്സിന്റെ ഒപ്പീനിയൻ അനുസരിച്ച് ഒരു കുഴപ്പവും ഇപ്പോൾ മത്സ്യം കഴിക്കുന്നതിനില്ല എന്ന് തന്നെയാണ് തുടക്കം മുതൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഒരിക്കൽ കൂടി പറയുന്നു. അല്പസമയത്തുള്ളിൽ നമ്മളൊരു വിദഗ്ധന്റെ അഭിപ്രായം കൂടി നമ്മൾ പ്രേക്ഷകരിലേക്ക് ഒരിക്കൽ കൂടി തുടർച്ചയായിട്ട് നമ്മൾ പ്രേക്ഷകരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അതാണ്. ഇപ്പോൾ കടൽ വിഭവങ്ങൾ കഴിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു വിലക്കുമില്ല എന്നുള്ളതാണ്. അത് ഈ അമ്മമാർ പറയുമ്പോൾ സമയത്ത് നമ്മൾ ഒരിക്കൽ കൂടി പ്രേക്ഷകരോട് പറയണം. അങ്ങനെ ഭയന്ന് മത്സ്യം വാങ്ങാതിരിക്കേണ്ട ആവശ്യമേ ഇല്ല. അതുകൊണ്ടാണ് ആലപ്പുഴയിലൊക്കെ കടൽ സന്ധി തന്നെ നടത്തിയത്. ഇപ്പോൾ പാളയം മാർക്കറ്റിൽ നിന്നാണ് അവർ വളരെ സങ്കടത്തോടു കൂടിയാണ് പറയുന്നത്, മക്കളെ ആരും വാങ്ങാൻ വരുന്നില്ല എന്ന് പറയുമ്പോൾ അത് അനാവശ്യമായി ചിലർ പരിഭ്രാന്തി സൃഷ്ടിക്കുന്നുണ്ട്. ഒരിക്കൽ കൂടി പറയട്ടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കടലിൽ നിന്ന് മത്സ്യവിഭവങ്ങൾ വാങ്ങി കഴിക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല. ശാസ്ത്രീയമായി ഒരു തെളിവും നമ്മുടെ മുന്നിലില്ല. അവയിൽ ഒരു തരത്തിലുള്ള വിഷാംശവും ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഇപ്പോൾ നമുക്ക് കൊല്ലത്ത് വാടിക്കടപ്പുറത്തേക്കൊന്ന് പോകാം. ആ ഭാഗത്തെല്ലാം തെക്കൻ കേരളത്തിൽ പ്രധാനമായിട്ടും ഈ മത്സ്യം കൊണ്ടുപോകുന്ന ഒരു പ്രധാനപ്പെട്ട കടപ്പുറമാണ് ഈ വാടിക്കടപ്പുറം എന്ന് പറയുന്നത്. ഇപ്പോൾ വാടിക്കടപ്പുറത്തെ അവസ്ഥ എന്താണെന്ന് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ പറയും. നമുക്കിപ്പം ദിലീപ് ദേവസ്യമുണ്ട്. ദിലീപ് ദേവസ്യ, എന്താണ് വാടിക്കടപ്പുറത്തെയും അവസ്ഥ? ഇപ്പോൾ മാറി വരുന്നുണ്ടോ സാഹചര്യം? ഡോക്ടർ അരുൺകുമാർ, ഈ കപ്പൽ അപകടത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടെയ്നറുകൾ അടിഞ്ഞ സ്ഥലം കൊല്ലമായിരുന്നു. പക്ഷേ ഈ മത്സ്യത്തൊഴിലാളികൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അല്ലെ ഡോക്ടർ അരുൺകുമാർ പറഞ്ഞതുപോലെ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ഒരു ജില്ല കൂടിയാണ് ഈ കൊല്ലം ജില്ല. ഇവിടെ നിന്ന് കൂടുതൽ ആളുകൾ കടലിൽ പോകുന്നുണ്ട്. ആ സമയത്ത് ഒരു മീൻ പോലും ചത്തുപൊന്തിയതായിട്ട് ഇവർ കണ്ടിട്ടില്ല. അത്തരത്തിൽ എന്തെങ്കിലും ആശങ്കകളുണ്ടോ? പക്ഷേ കരയിലെത്തുമ്പോൾ കേൾക്കുന്നത് ഈ മറിച്ചാണ്. മീൻ കഴിക്കാൻ പാടില്ല എന്നുള്ള വിവരങ്ങളാണ് ഓരോരുത്തരിൽ നിന്ന് പങ്കുവയ്ക്കുന്നത്. പക്ഷേ മത്സ്യത്തൊഴിലാളികൾക്ക് അത്തരത്തിലുള്ള ഒരു ആശങ്കകളുമില്ല. അവർ പറയുന്നത് മത്സ്യം കഴിക്കാം, അതിൽ ഒരു പ്രശ്നവുമില്ല എന്ന് തന്നെയാണ്. നമ്മോടൊപ്പം മത്സ്യത്തൊഴിലാളികൾ ചേട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കടലിൽ എവിടെയെങ്കിലും മീൻ ചത്തു പൊന്തിയതായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ കുപ്രചരണങ്ങൾ കേൾക്കുന്നു? എന്തെങ്കിലും? കപ്പൽ ദുരന്തം സംഭവിച്ചതിൻ്റെ ആ തലേ ദിവസം മുതൽ ഇന്ന് വരെ, ഈ നിമിഷം വരെ, കൊല്ലത്തും തിരുവനന്തപുരം ജില്ലയിലൊക്കെ കടലിൽ പോകുന്ന ഞങ്ങളെപ്പോലെ മത്സ്യത്തൊഴിലാളികൾ അവരുടെ കുടുംബങ്ങളും മത്സ്യം കഴിക്കുന്നുണ്ട്. ആരെങ്കിലും അസുഖമായിട്ടോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതായിട്ടോ മരണം സംഭവിച്ചതായിട്ടോ ഇല്ല. പരിശോധിക്കാമല്ലോ, അങ്ങനൊരു വാർത്തയെ വന്നിട്ടില്ല. ഇത് തൊടുത്തുവിടുന്നത് മറ്റു മേഖലയിൽപ്പെട്ട ആരെങ്കിലും ഇത് മത്സ്യം കഴിക്കരുത്, അങ്ങനെയാണെങ്കിൽ ആ മേഖലയിലുള്ള മറ്റുള്ള വിഭവങ്ങൾക്ക് വില കൂടാനുള്ളൊരു സാധ്യതയാണ് എനിക്ക് തോന്നുന്നത്. ഇതുവരെ അങ്ങനെ യാതൊരു സംഭവവും, ഞങ്ങൾ കടലിൽ പോകുന്നുണ്ട്, മത്സ്യങ്ങൾ ചത്തുപൊങ്ങി വരുന്നതായിട്ടോ പിടിക്കുന്നതായിട്ടോ ഒന്നും കാണുന്നില്ല. ഇതെല്ലാം ആരുടെയെങ്കിലൊക്കെ ഓൺലൈൻ ചാനലിലുള്ള പ്രചരണങ്ങളാണെന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. ഇത്തരം പ്രചരണങ്ങൾ വന്നതോടുകൂടി തന്നെ ഈ ഒരു വലിയ തോതിൽ ഒരു ആശങ്ക, അത് മീൻ വാങ്ങാൻ ആളുകളുടെ കുറവുണ്ടായിട്ടുണ്ട്. തുടക്കത്തിൽ ആശങ്ക ഉണ്ടായിരുന്നു. പിന്നീട് നമ്മുടെ ജില്ലയുടെ ഭരണാധികാരി എന്ന നിലയ്ക്ക് കലക്ടർ തന്നെയാണ് ഈ മീനിന് വിഷാംശങ്ങളില്ല എന്ന് അത് ബോധ്യപ്പെടുത്തുകയും ജനങ്ങളിപ്പോൾ ആ രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. മീനിപ്പം തീരദേശത്ത് ഇപ്പോൾ കിട്ടാനില്ലാത്തൊരു ക്ഷാമം മാത്രമേ ഉള്ളൂ. അല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആശങ്ക തുടക്കത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ അത് മറിച്ച് നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെ, മുഖ്യമന്ത്രി ആയിരുന്നാലും ഫിഷറീസ് വകുപ്പ് മന്ത്രി ആയിരുന്നാൽ തന്നെയും ഈ കാര്യങ്ങളിലൊക്കെ ജനങ്ങളുടെ സംശയം ദുർബലീകരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. താഴെത്തട്ടിൽ ഞാനിപ്പോൾ ITCയുടെ ഒരു പ്രവർത്തകനും അതിൻ്റെ മണ്ഡലം സെക്രട്ടറിയും. മറ്റൊരു കാര്യം കൂടെ, ചേട്ടൻ മീൻ കച്ചവടം നടന്ന ആളാണ്. ഈ മീൻ വാങ്ങാൻ ആളുടെ കുറവുണ്ടോ? ആളുകളെ കുറവുണ്ട്. ഈ ദുരന്തത്തിന് അന്ന് മുതൽ നമ്മളൊക്കെ മീൻ കഴിക്കുന്നത്, നമ്മളെ വീട്ടിലെ പൊടി മക്കൾ വരെ 3 വയസ്സ് 2 വയസ്സുള്ള മക്കൾ വരെ മീൻ കഴിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊക്കെ അല്ലേ മരിക്കേണ്ട, അസുഖം വന്ന് ആശുപത്രിയിലും പോകേണ്ടത്. ഞങ്ങൾക്കൊന്നും യാതൊരു അസുഖമോ കാര്യങ്ങളോ ഇല്ല. ഞങ്ങൾ ഈ കടപ്പുറം കൊണ്ട് കടപ്പുറത്തെ മീൻ തിന്ന് വളരുന്നവരാ. ഞങ്ങൾ ഈ മട്ടനും ചിക്കനും ബീഫും ഒക്കെ കഴിക്കുന്നതിനെക്കാട്ടി ഏറ്റവും കൂടുതൽ കഴിക്കുന്ന മീനാണ്. ഇന്നും മീനില്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട, ചോറ് വേണ്ട.
അങ്ങനെ മീൻ കഴിച്ച് വളരുന്നവരാണ് ഞങ്ങൾ. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അസുഖം വാടിക്കടപ്പുറത്തെ മത്സ്യത്തൊഴിലാളികളുടെ പ്രതികരണമാണ് പ്രേക്ഷകർ ഇത് കേൾക്കണം. ഒരു കാരണവശാലും നിങ്ങൾക്ക് അതിൽ ഇപ്പോൾ ഭയാശങ്കകൾ വേണ്ട. മത്സ്യവിഭവങ്ങൾ വാങ്ങുന്നതിന് ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്കുണ്ടാവരുത്. അഞ്ചുതെങ്ങിൽ നിന്ന് ഗോപാൽ ശീല സനൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗോപാൽ ശീല സനൽ, നമ്മൾ ആവർത്തിച്ച് പ്രേക്ഷകരോട് പറയുന്നു, ഈ അപകടമുണ്ടായി തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ നമ്മൾ വിദഗ്ധരുടെ അഭിപ്രായം പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. കടൽ വിഭവങ്ങൾ കഴിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. പക്ഷേ ചില ഓൺലൈൻ ചാനലുകളും ചില മാധ്യമങ്ങളും ചിലൊക്കെ ചേർന്ന് വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചു. അതിലാണിപ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യർ കുടുങ്ങിയിരിക്കുന്നത്. എന്താണ് അഞ്ചുതെങ്ങിലെ അവസ്ഥ, ഗോപാൽ ശീല സനൽ? ഡോക്ടർ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ യാതൊരുവിധ പ്രശ്നവുമില്ല എന്നത് ആവർത്തിച്ച് പറയേണ്ട ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. തിരുവനന്തപുരത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തീരദേശ ഗ്രാമമാണ് അഞ്ചുതെങ്ങ്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗമായ മത്സ്യബന്ധനം, ആ മത്സ്യബന്ധനത്തിലൂടെ മാത്രം ജീവിക്കുന്ന കുറേയേറെ മനുഷ്യർ ഈ നാട്ടിലുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന അഞ്ചുതെങ്ങ് മാർക്കറ്റിലാണ്. പ്രധാനപ്പെട്ട മൊത്തക്കച്ചവടം, മത്സ്യത്തിൻ്റെ മൊത്തക്കച്ചവടം നടത്തുന്ന അഞ്ചുതെങ്ങ് മാർക്കറ്റിലാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത്. ഒരു ലേലം നടക്കുന്ന ദൃശ്യമാണ്. ഇവിടെ മറ്റ് ചെറുകിട തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ കച്ചവടക്കാർക്ക് ഈ മത്സ്യം വിൽക്കുന്ന ലേലം നടക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മളുള്ളത്. നമുക്കിപ്പോൾ ഇവിടെ മത്സ്യ കച്ചവടം നടത്തുന്നവരോട് നമുക്ക് ചോദിച്ചു നോക്കാം. അമ്മേ ഇപ്പോൾ കച്ചവടമൊക്കെ ഉണ്ടോ? കുറവ് കച്ചവടം. എന്തോ പറ്റി? മീന് വാങ്ങിക്കുന്നില്ല, വെള്ളം പറയുന്നു. കഥവടച്ചിട്ടിരിക്കണം. അവർ ചെല്ലുമ്പോ അവർ പറയുന്ന മീൻ വേണ്ടാന്ന്. എന്താ പറയുന്നത് വീട്ടിൽ ചെല്ലുമ്പോൾ? അവരെന്തോ കടലിൽ അവർ കപ്പലിൽ കയറി കൊണ്ടിട്ടിരിക്കണം. അത് അടിച്ചേറണമെന്ന് പറഞ്ഞ് അവരാരും മീൻ മേടിക്കണില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? മീന് പ്രശ്നമുണ്ടോ? അങ്ങനെ പ്രശ്നമൊന്നുമില്ല. മീനിൽ എന്തോന്ന് പ്രശ്നം? നമ്മുടെ നാടൻ മീൻ കൊണ്ടുപോകുമ്പോൾ എന്തോന്ന് പ്രശ്നമാണ് നമുക്കിരിക്കുന്നത്? നമ്മൾ നാടൻ മീനാണ് കൊണ്ടുപോകണത്. ഞങ്ങൾ ദിവസം മീൻ കടിക്കാനാ. ഞങ്ങൾ ജീവനോടെ തന്നെ ഈ ഭൂമിയിലുള്ളത്. ഞങ്ങൾ ചത്തിട്ടില്ല. ഞങ്ങൾ കടിച്ചിട്ടാണ് മറ്റുള്ള ജനങ്ങൾക്ക് ഞങ്ങൾ കൊണ്ടു കൊടുക്കുന്നത്. എന്തുകൊണ്ട് ഞങ്ങൾ ചാവാത്ത ജീവനോടെ ഇരിക്കുന്നത്? അതിന് മീനിൽ ഒരു കുഴപ്പവും ഇല്ല. അതിന് ഈ 5000 രൂപയ്ക്ക് എടുക്കുന്ന മീനാണ് ഇപ്പോൾ 9000, 8000, 10000 രൂപയ്ക്ക് ഞങ്ങൾ എടുത്തോണ്ടാണത്. വില കൂടിയല്ലേ? വില കൂടി മീനിന് അനുസരിച്ച് കച്ചവടം ഇല്ലല്ലോ. വില കൂടിയത് മീന് ഞങ്ങൾക്കിപ്പോ കച്ചവടം എന്ന് പറയുമ്പോ ഇങ്ങനെ ജനങ്ങൾ വരുന്നത് ഫ്രീ ആയിട്ട് മേടിച്ചോ. ചേട്ടാ, നമ്മള് കടലിൽ പോകുമ്പോഴേ ഒരു കടലിലെ സാഹചര്യം എന്താ? ഈ മീൻ അങ്ങനെ ചത്തുപോകുന്നത് അങ്ങനെ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒന്നുമില്ല സഹോദരൻ, അങ്ങനെ ഒന്നുമില്ല. ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളി ഡെയിലി പണിക്ക് പോകുന്നുണ്ട്, കൊണ്ടുവരുന്നുണ്ട്. പരവ, പിന്നെ കണവ, കൊഞ്ച്, എല്ലാ ഐറ്റംസും ഞങ്ങൾ ലൈവായിട്ട് കൊണ്ടുവന്ന് ഇവിടെ കൊടുക്കുക. കഴിഞ്ഞ പ്രാവശ്യത്തെയും കാട്ടി, ഈ ദുരന്തം പറഞ്ഞതിനെയും കാട്ടി കൂടുതലായിട്ട് മീൻ വിൽപ്പന ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഞങ്ങളുടെ വിശദമായി തന്നെ ഗോപാൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കൽ കൂടി പ്രേക്ഷകരോട് പറയട്ടെ, നമ്മുടെ ഈ മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് മാത്രമല്ല, അതാണ് വാസ്തവം. നിലവിൽ ഈ മത്സ്യങ്ങളിൽ ഒരു തരത്തിലുള്ള വിഷബാധയുമില്ല. കടൽ വിഭവങ്ങൾ വാങ്ങിക്കഴിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇത് ഞാൻ മാത്രം പറയുന്നതല്ല, വിദഗ്ധർ തന്നെ ഈ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. കൊച്ചി കപ്പലപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കേരള